പാലക്കാട് വിധി എഴുതിയത് എങ്ങനെയെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. വളരെ എക്സൈറ്റ്മെന്റ് നിറഞ്ഞ ആ നിമിഷത്തിലും വളരെ കൂളാണ് സരിം ബ്രോ. നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂളാണോ? അതെ അതെ. എന്താണ് അതിന്റെ അടിസ്ഥാനം? അതിന്റെ അടിസ്ഥാനം വോട്ടുകളുടെ കണക്ക് കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ്. അപ്പം ഞാനതൊന്ന് പ്രേക്ഷകർക്കായിട്ട് വിവരിക്കാം. ഇന്നലെ എൻകോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്ത EVM-ൽ പോൾ ചെയ്ത അവസാനത്തെ വോട്ടിൻ്റെ കണക്കിൽ ഒരു 3 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത്. മിനിഞ്ഞാന്ന് രാത്രി പറഞ്ഞതിൽ നിന്ന് 1,37,305 വോട്ട് ആണ് EVM-ൽ രേഖപ്പെടുത്തിയത്. 85 വയസ്സിന് മുകളിലുള്ളവർ, മറ്റ് ഭിന്നശേഷിക്കാർ, അങ്ങനത്തെ പരിഗണനയിലൊക്കെ ഒരു 10,700-ലേറെ വോട്ടുകൾ അതും ഫൈനലായി കഴിഞ്ഞു. തപാൽ വോട്ടുകൾ ഇനി തിരിച്ചു വരാനുള്ളതിൻ്റെ എണ്ണം, അപ്പോൾ വന്നതിൻ്റെ എണ്ണം, ഇതെല്ലാം കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 1,000-ഓളം വോട്ടുകളാണ് ആ കാറ്റഗറിയിലുള്ളത്. അതായത് ഇപ്പോൾ 1,38,300 ആയി. നാളെ രാവിലെ 7:59 വരെ തിരിച്ചു വരാനുള്ള തപാൽ വോട്ടുകൾക്ക് തിരിച്ചു വരാനുള്ള സമയമുണ്ട്. അതൊരു 100-150-200 എണ്ണം വന്നാൽ പോലും 1,38,500. അതിലെ തപാൽ വോട്ടുകൾ റിജക്റ്റ് ചെയ്യപ്പെടും, ഫോർമാലിറ്റി പാലിക്കാത്തതുകൊണ്ട്. പിന്നെ നോട്ട, മറ്റ് സ്ഥാനാർത്ഥികൾ, ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ 3,500 കുറയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം 1,35,000 വോട്ടുകളാണ് 3 മുന്നണികൾക്കായി ബാക്കിയുള്ളത്. അതിന് കൃത്യമായി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45,000 എന്നുള്ളൊരു ഫിഗർ വരും. ഈ 45,000 ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ 3 മുന്നണികളും ക്ലെയിം ചെയ്യുന്നതിൻ്റെ ബേസ് മിനിമമാണ്. ഉദാഹരണത്തിന് ഇടതുപക്ഷം നടത്തിയ ഇന്റേണൽ ആയിട്ടുള്ള കൃത്യമായ അസസ്മെന്റിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള, ഇടതുപക്ഷ മനോഭാവത്തിൽ ഇത്തവണ വോട്ട് ചെയ്തവരുടെ എണ്ണം എന്നുള്ള കണക്ക് മാത്രം എടുത്ത് അത് വിലയിരുത്തിയപ്പോൾ 46,000-ന് മുകളിലുണ്ട് എന്നാണ് കണക്ക്. അതിൽ ഒരു വോട്ട് പോലും നിഷ്പക്ഷരോ സ്വതന്ത്രരോ കഴിഞ്ഞ ഇലക്ഷനുകളിൽ നിസ്സംഗത പുലർത്തിയവരോ ആയവർ വന്ന് വോട്ട് ചെയ്തതിൻ്റെ എണ്ണം കൂട്ടിയിട്ടില്ല. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മേൽവിലാസത്തിന് കിട്ടേണ്ടുന്ന ചില വോട്ടുകളും മുൻ ഇലക്ഷനുകളിൽ നിസ്സംഗത പുലർത്തി വീട്ടിലിരുന്നവർ വന്ന് വോട്ട് ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു 5,000-6,000 വോട്ടുകൾ, നമ്മളിപ്പോൾ ശ്രീധരൻ സാറോളം വലിപ്പമൊന്നുമില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ജനങ്ങളിൽ ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടെന്നാണ് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു 5,000-6,000 വോട്ട് കൂടി കിട്ടുമ്പോൾ ഈ 46,000 ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള, ഞാൻ പറയുന്നു അത് ഇടതുപക്ഷത്തിന്റെ ബേസ് വോട്ടാണെന്നല്ല പറയണം, അത് 40,000 മാത്രമാണ്. ഇത്തവണ പോൾ ചെയ്ത ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള 46,000 വോട്ടും ഈ 6,000 വോട്ടും കൂടി കിട്ടുമ്പോൾ എൻ്റെ കണക്കും ജനങ്ങളുടെ മനസ്സിലെ കണക്കും ഒക്കെ ശരിയാവുകയാണ്. കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അങ്ങ് നാളെ ഇപ്പോൾ ഈ ഒരു ഏതാണ്ട് 9:50 2 റൗണ്ട് കഴിയുമ്പോഴേക്കും തന്നെ ട്രെൻഡ് മനസ്സിലാവും. ഞാൻ അതും കൂടി പറഞ്ഞു തരാം. ആദ്യത്തെ 1 മുതൽ 14 വരെ ബൂത്തുകളാണ് ആദ്യത്തെ റൗണ്ടിൽ എണ്ണുക. 104 ബൂത്തുകൾ വരെ മുനിസിപ്പാലിറ്റിയാണ്. അതായത് ആദ്യത്തെ 7 റൗണ്ടുകൾ 8 റൗണ്ടോളം മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ്. ഇതിൽ 1 മുതൽ 28 വരെ വരുന്ന ആദ്യത്തെ 2 റൗണ്ടിലെ ബൂത്തുകളുടെ സ്വഭാവം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെ നെറ്റ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 1 മുതൽ 14 വരെ ബൂത്തുകൾ കിട്ടിയ വോട്ട് അറിയാം. അതിൽ നിന്ന് 20% വോട്ട് ആദ്യത്തെ 2 റൗണ്ട് ആയതുകൊണ്ടുള്ള ആ ബൂത്തുകളുടെ സ്വഭാവം വെച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് +50% കിട്ടുന്ന ബൂത്തുകൾ വേറെ വരുന്നുണ്ട്. അത് പക്ഷേ ആദ്യത്തെ 2 റൗണ്ടിൽ ഇല്ല. ആവറേജ് +20% വന്നാൽ ഇടതുപക്ഷം അപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങും. ഈ ഇന്നലെ കോൺഗ്രസ് പുറത്തുവിട്ട ഒരു പെർസെൻറ്റേജ് കണക്കിൽ അവർ പറയുന്നത് നഗരസഭാ മേഖലയിൽ കൂടുതൽ വോട്ട് കുറയുകയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വോട്ട് കൂടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ കണക്ക് കൂട്ടാൻ എവിടെ നിന്നാണ് ഈ കണക്ക് എന്നാണ് എൻ്റെ ചോദ്യം. വായുവിൽ എഴുതി കൂട്ടുന്ന കണക്ക് കുറെ കണ്ട ആളാണ് ഞാൻ. ദയവ് ചെയ്ത് കടലാസിൽ കുറെ DTP എടുത്ത് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങളോട് കൃത്യമായി പറയുന്നു, പോയി ഷാഫിയാണോ നടക്കാറ്, ഓഫ് ദ റെക്കോർഡ് ഷാഫിയോട് പോയി ചോദിക്കുക. ഷാഫി പറഞ്ഞു തരും റിസൾട്ട് എന്താണെന്ന്. ഷാഫിക്ക് മാത്രമാണ് UDF ക്യാമ്പിൽ എന്താണ് റിസൾട്ട് എന്ന് ഇപ്പൊ ഏകദേശ ധാരണയുള്ളത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ധാരണ ഓഫ് ദ റെക്കോർഡ് ചോദിച്ചാൽ നിങ്ങളോട് പറഞ്ഞു തരും. ഓൺ റെക്കോർഡ് 10,000-ന്റെയും 12,000-ന്റെയും കണക്കല്ലാതെ ഷാഫിയും വേറൊന്നും പറയാൻ സാധ്യതയില്ല. ഈ പിന്നെ അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു വിജയിച്ചു കഴിഞ്ഞ ഷാഫി പറമ്പിലിന്റെ ഓഫീസിലേക്ക് പോകുന്നു. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്തിനാ മാറ്റണം? എന്തിനാ പോകുന്നത്? മുൻ MLA കാണുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമല്ലേ? അങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി? അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ പിന്നെ സൗഹൃദം സൗഹൃദം എനിക്കുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പുതുക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇവിടെ ഇവിടുത്തെ ഒരു പാലക്കാട് MLA തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒന്നുകൂടെ ഒന്ന് അഭിമാനത്തിൽ അദ്ദേഹത്തോടൊന്ന് ഷേക്ക് ഹാൻഡ് നീട്ടണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയൊന്നുമില്ല, ആ കഥയൊക്കെ കഴിഞ്ഞതാണ്, അത് ചർച്ചയാണ്. ഞാനീ പറയുന്നതൊക്കെ എൻ്റെ പ്രതീക്ഷകൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ടും ഇതിനല്ലാത്ത വിരുദ്ധമായതും സംഭവിക്കാനുള്ള സാധ്യതകളാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതാണെങ്കിൽ പോലും എൻ്റെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും ഇവിടെ തുടരും. വളരെ ഞാൻ ഇതിനെ വളരെ പോസിറ്റീവ്. പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കും അല്ലേ? അതായത് പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ച്? തീർച്ചയായിട്ടും പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ലൈൻ ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നാളത്തെ റിസൾട്ടിന് ശേഷം സംസാരിച്ച് ഏൽപ്പിക്കുന്ന ചുമതലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങേക്കിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കൊപ്പമുള്ള യാത്രയിൽ അവർക്കൊപ്പമുള്ള ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന മൊമെന്റിൽ ഒക്കെ അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എന്താണ് താങ്കളുടെ മുൻ കൂടാരത്തിൽ നിന്ന് അങ്ങേക്ക് ഒരു വ്യത്യസ്തം അനുഭവപ്പെട്ട എന്താ? ചങ്ക് പറിച്ച് കൂടെ വരുന്നവരാണ് ഇവിടെയുള്ളവർ. ഇവിടെയുള്ളവർ എന്ന് പറഞ്ഞാൽ ഇത് എന്റെയും കൂടി ഇടമാണിപ്പോ. ഈ ഇടത്ത് ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്താണ് നമ്മുടെ ശരി എന്നുള്ളത്. ആ ബോധ്യത്തിനനുസരിച്ചാണ് ഇവിടെ രാഷ്ട്രീയം. വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സാധ്യതകൾക്കോ അല്ല പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നത്. പാർട്ടി തരുന്ന മേൽവിലാസത്തിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തുക എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളവരാണ് ഇവിടെ എന്നോടൊപ്പമുള്ള എല്ലാ മനുഷ്യരും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥാനാർത്ഥിയെ അവർ നെഞ്ചോട് ചേർത്തതും 3-5 ആഴ്ചക്കാലം കൂടപ്പുറപ്പിനെ പോലെ തന്നെ ആ പ്രചരണം മുന്നോട്ട് പോയതും. എന്തായാലും കണക്കുകൾ വെച്ചാണ് സരി സംസാരിക്കുന്നത്. സാധാരണ നമുക്കറിയാം ഏറ്റവും കൃത്യമായ കണക്കുകൾ ലഭിക്കുക CPM-ന് തന്നെയാണ്. അവരുടെ സംഘടനാ സംവിധാനം ആ തരത്തിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാളെ ഒരു ഒരു വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു വാർത്ത പുറത്തു വന്നേക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.